റുവൈസ് മുഖത്തു നോക്കി സ്ത്രീധനം ചോദിച്ചെന്ന് ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യാക്കുറിപ്പ്. പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് കൂടുതൽ വിവരങ്ങൾ. ചതിയുടെ മുഖം മൂടി തനിക്ക് അഴിച്ചുമാറ്റാൻ കഴിഞ്ഞില്ലെന്നും ഇനി ഒരാളെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. രശ്മി കാർത്തികേയൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. രശ്മി, ആത്മഹത്യാക്കുറിപ്പിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്കിനി ഈ ലോകത്ത് ജീവിക്കേണ്ട, ചതിയുടെ ലോകത്ത് ജീവിക്കേണ്ട എന്ന് ഡോക്ടർ ഷഹ്ന എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. ഈ പ്രതിയായ ഡോക്ടർ റുവൈസ പണം ചോദിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനല്ലേ ഈ ആത്മഹത്യാക്കുറിപ്പ്? ഇന്ന് ജാമ്യാപേക്ഷ പ്രതിയായ ഡോക്ടർ റുവൈസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ ഒരു ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത്. ആത്മഹത്യാക്കുറിപ്പ് 3 പേജുള്ള A4 ഷീറ്റിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഹൈക്കോടതിയിൽ ഈ ഒരു ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാണ് ഡോക്ടർ ഷഹ്ന എഴുതിയിരിക്കുന്നത്. ഞാൻ പെട്ടുപോയി, അവൻ അണിഞ്ഞിരുന്ന ചതിയുടെ മുഖംമൂടി എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. ഈ ലോകം എന്താണ് ഇങ്ങനെ, അവന് പണമാണ് വേണ്ടത്, എന്റെ മുഖത്ത് നോക്കി ആ സ്ത്രീധനം ചോദിച്ചു കഴിഞ്ഞു. ഇനിയും ഞാൻ എന്തിന് ജീവിക്കണം, ജീവിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ ചതിക്ക് പകരമായി നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കേണ്ടതാണ്. ബട്ട് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ബ്ലാങ്ക് ആണ്. ഇനിയും ഒരാളെയും സ്നേഹിക്കാനോ എനിക്ക് വിശ്വസിക്കാനോ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മരിക്കുകയാണ് നല്ലത്, അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതോടൊപ്പം തന്നെ സഹോദരിയോട് ഉമ്മയെ നല്ല രീതിയിൽ നോക്കണം, ഞാൻ പോവുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷഹ്ന തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. റുവൈസിന്റെ പേര്, അതോടൊപ്പം തന്നെ എന്താണ് മരിക്കാനുണ്ടായ കാരണം, മുഖത്ത് നോക്കി സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്നതടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത്. അതേസമയം ഡോക്ടർ റുവൈസ് പറയുന്നത് തന്റെ സുഹൃത്ത് മാത്രമായിരുന്നു ഷഹ്ന, താനുമായി മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്ന മൊഴി. പക്ഷേ ഇരുവരും പലയിടങ്ങളിലും യാത്ര പോയിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോസ് അടക്കമാണ് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും റുവൈസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. റിമാൻഡ് കാലാവധി നാളെ 21-ാം തീയതി അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിന്റെ പേരും ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രശ്മി, ഈ ആത്മഹത്യാക്കുറിപ്പ് ഇന്ന് ഈ പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടി ബലം കൂടുതൽ ഉണ്ടാക്കുകയല്ലേ ഈ ഒരു കേസിന്? കാരണം റുവൈസ് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ വാദങ്ങളൊക്കെ തന്നെ പോലീസിനെതിരെയുള്ള വാദങ്ങളാക്കി റുവൈസ് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ തന്നെ ഇന്ന് പരിഗണിക്കില്ലേ കോടതി? ഇന്ന് കോടതി അത് പരിഗണിക്കുകയാണ്. ഏതായാലും ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് പോലീസ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. സ്ത്രീധന നിരോധനം, അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവയാണ് ചുമത്തിയിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇത്തരത്തിലുള്ള മൊഴികൾ, അതായത് യാതൊരു ബന്ധവും ഷഹ്നയുമായി ഇല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മൊഴിയിൽ റുവൈസ് പറയുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഇന്ന് ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിന്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ, അതും പേരും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, മുഖത്ത് നോക്കി സ്ത്രീധനം ചോദിച്ചു, തനിക്ക് ജീവിക്കാൻ മറ്റു വഴിയില്ല എന്നതുൾപ്പെടെയുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് പകർത്തി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ ഒരു OP ടിക്കറ്റിന്റെ പുറകിൽ 2 വരി മാത്രമുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പാണ് എഴുതിയിരുന്നത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു കാര്യം. അന്ന് പ്രതിയായ റുവൈസിനെ സംരക്ഷിക്കാനുള്ള എല്ലാ ഇടപെടലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. റുവൈസിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയാണ് ഈ ഒരു വിവരങ്ങൾ, അതായത് ആത്മഹത്യാക്കുറിപ്പ് 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ്, ഇതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബത്തിനെതിരെയും ഉണ്ട് എന്നുള്ളത് പറയുന്നത്. ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ട് റുവൈസിന്റെ പിതാവിനെ. മെഡിക്കൽ കോളേജ് പോലീസ് കഴിഞ്ഞ 2 ദിവസമായി റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ ഈ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. കൃത്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നതുൾപ്പെടെയാണ് ഈ ഉപാധികൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഹൈക്കോടതി റുവൈസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ ഗുരുതരമായ ഹൈക്കോടതിയിൽ നിന്ന് റുവൈസിന് ജാമ്യം ഉണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ ഈ ആത്മഹത്യാക്കുറിപ്പ് ഈ ഒരു കേസിൽ കൂടുതൽ ബലപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.